തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ നല്ല ഫ്രഷ് മീൻ കഴിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ മണിയണ്ണൻ്റെ അടുത്ത് നിന്നാണ് സ്ഥിരമായിട്ട് മീൻ മേടിക്കുന്നത്. ഞങ്ങളുടെ സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തന്ന ആളാണ് കേട്ടോ. അത് പക്ഷെ ഒട്ടും തെറ്റില്ല, നല്ല ഫ്രഷ് മീനാണ്. ഇവിടെ എല്ലാവരുടെ അടുത്തും ഏകദേശം ഫ്രഷ് മീനൊക്കെ തന്നെയാണ്. എങ്കിലും പുള്ളിക്കാരനാണ് കൊണ്ടുവന്ന് 2 മണിക്കൂറിനുള്ളിൽ മീൻ കാലിയാവും, പുള്ളി വീട്ടിൽ പോകും കേട്ടോ. അതുകൊണ്ട് ചില ദിവസം ചില പെട്ടികൾ ഐസ് പോലും കാണാറില്ല. ഇത് കണ്ടോ, പ്ലാസ്റ്റിക് കഷ്ണങ്ങളാണ് ഈ മീൻ പെട്ടിക്കകത്തുനിന്ന് പെറുക്കി മാറ്റി വെച്ചേക്കുന്നതാണ്. കടലിൽ നിന്ന് പിടിക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. അത് അതുപോലെ തരംതിരിക്കാതെയാണ് കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതാണ് അത്രയ്ക്ക് മാലിന്യങ്ങൾ. ഒരു പെട്ടിക്കകത്ത് തന്നെ പലതരം മീനുകളുണ്ടാകും കേട്ടോ. ചെമ്മീൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, പക്ഷേ മറ്റ് മീനുകളുടെ ഇടയ്ക്കുന്ന് ചെമ്മീൻ പെറുക്കി തന്നതാണേ. അങ്ങനെ 150 രൂപയ്ക്ക് ചെമ്മീനും വാങ്ങിച്ചു, 200 രൂപയുടെ കിളിമീനും. ഇവിടെ മീൻ തൂക്കി കൊടുക്കുമൊന്നുമില്ലേ, ഇതുപോലെ കൂട്ടമായിട്ട് വെച്ചിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അല്ലെ ചിലപ്പം വലിയ മീനൊക്കെ ആണെങ്കിൽ എണ്ണത്തിന് ഒരു മീനിന് 50 രൂപ, 2 മീനിന് 100 രൂപ അങ്ങനെയാണ് കൊടുക്കുക. പക്ഷെ നമ്മുടെ നാട്ടിൽ തൂക്കി മേടിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ അത് ലാഭമായിട്ടാണ് കേട്ടോ നമുക്ക് തോന്നുന്നത്. ആ നല്ല മീൻ കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം കേട്ടോ അതിൻ്റെ ഫ്രഷ്നെസ്, രുചിയിലൊക്കെ. നല്ല മീനൊക്കെ രുചി അറിഞ്ഞ് കഴിക്കുന്നത് തന്നെ ആദ്യമായിട്ടാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലും മണിയണ്ണനെ തേടി പോകാറുണ്ട്. ഇപ്പോൾ ട്രോളിംഗ് നിരോധനമൊക്കെ കഴിഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള മീനുകൾ വന്നു തുടങ്ങി കേട്ടോ. ധൈര്യപൂർവ്വം കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കൊടുക്കാമല്ലോ. ഇവിടെ ഒത്തിരി മീൻ കിട്ടുന്നതുകൊണ്ട് തന്നെ ഒത്തിരി മീൻ കച്ചവടക്കാരും ഉണ്ട് കേട്ടോ. ഒരു ടൗണിൽ തന്നെയാണെങ്കിലും ഒരു 5-8 കച്ചവടക്കാരൊക്കെ ഉണ്ടാവും. അതായത് ചെറിയ കുറച്ചൊക്കെ ആയിട്ട്